ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഇതാ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഗണപതി ഉത്സവമൊക്കെ ഇവിടെ തുടങ്ങാറായെന്ന് ഞാൻ മുമ്പേ 2 വീഡിയോസിൽ നിങ്ങൾക്ക് ഗണപതിൻ്റെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ഇതാ ഗണപതിനെ ഒരുക്കി എന്താ പറയുക പൂജയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളും അതുപോലെ തന്നെ മണ്ഡപങ്ങളൊക്കെ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കരിങ്കല്ലിൻ്റെ ഒരു അമ്പലമാണെന്നേ നമ്മൾ പറയൂ. പക്ഷേ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ, താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന മണ്ഡപങ്ങളാണ്. നല്ല എൻട്രൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു അമ്പലത്തിൻ്റെ അതേ മോഡലിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച ഏതാ, കത്തിക്ക് മൂർച്ച കൂട്ടുന്ന ഒരു കൊല്ലൻ്റെ ആല പോലത്തെയാണ്. മുമ്പ് സ്കൂളിലൊക്കെ പോകുമ്പം നമ്മൾ നാട്ടിൻ പ്രദേശത്തുള്ള കൊല്ലൻ്റെ ആലകളിലൊക്കെ കണ്ട കാഴ്ചയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ ഞങ്ങൾ എത്തിയത് ഡോംബുലിയിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഷോപ്പിലാണ്, ടിപ്പ് ടോപ്പ് സ്വീറ്റ്സ് ആണ്. അവിടെ ഇപ്പം മസാല ദോശ, ഉഴുന്നുവട, പാനിപ്പൂരി, സേവ്പൂരി അതിനൊക്കെ ആയിട്ടൊരു കൗണ്ടർ തുറന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. അവിടെ നമുക്ക് നല്ല ടേസ്റ്റിയിൽ ഒരുപാട് വെറൈറ്റീസിലുള്ള ദോശയും ഇഡ്ഡലിയും വടയും അതുപോലെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇല്ലേ, സ്നാക്സ്, അതൊക്കെ കിട്ടും കേട്ടോ. ഈ ഒരു ദോശക്കാരനെ കണ്ടിട്ട് എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത് കേട്ടോ. ഇത്തിരി ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ട് എത്ര വലിയ ദോശയാണ് കേട്ടോ പരത്തി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഉള്ളി അതുപോലെ ബീട്രൂട്ട് മസാലകളൊക്കെ ഇല്ലേ, അത് ഈ ദോശമാവ് ആദ്യം കോരി ഒഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറേ നേരം അവർ വേവിച്ച് നല്ല കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ദോശമാവ് ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് അപ്പുറത്ത് പോയി ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ആ ദോശ മൊത്തം കരിഞ്ഞ് പുറ്റായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള മാവ് അങ്ങനായിരിക്കും. പക്ഷേ എത്ര സമയം അവർ വെച്ചിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് ശരിക്കും ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് കുക്കാവും, എന്നിട്ടാകുമ്പോൾ അവരിങ്ങനെ കുത്തി അതിനെ ഇങ്ങനെ ഉടച്ച് സെറ്റാക്കി വെക്കുന്നുണ്ടോ. ഇനിയും കുറേ സമയം ഇത് ഇതുപോലെ ചെയ്യുന്നുണ്ട്. ബാക്കി ഇപ്പം 2 ദോശ അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ആദ്യം വേറൊരു ദോശയും കൂടെ അവർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 3 ടൈപ്പിലുള്ള ദോശയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ റെഡ് കളർ നമ്മൾ ഓർഡർ ചെയ്തതാണ് മൈസൂർ മസാല ദോശ. നമ്മളിതിന് മുന്നേ ഇവിടുന്ന് ഉടുപ്പി ഹോട്ടലിൽ നിന്നും അതുപോലെ അന്നപൂർണ്ണ ഹോട്ടലിൽ നിന്നൊക്കെ മൈസൂർ മസാല ദോശ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ദോശ ഇന്ന് കഴിച്ചപ്പോൾ എനിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ തോന്നിയത്. ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരുണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ദോശൻ്റെ ഒക്കെ ടേസ്റ്റും വ്യത്യാസമുണ്ട്. ഇത് ചീസ് മസാല ദോശ അങ്ങനെയാണ് കേട്ടോ ഈ രണ്ടാമത്തത്. എന്തായാലും ഇത് ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ രാവിലെ തിരക്ക് പിടിച്ച് ഇങ്ങനെ ദോശയും കറിയും ഒക്കെ ഉണ്ടാക്കുന്നത്, ഇവരെ ഇത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ പരിപാടിയൊക്കെ നല്ല രസമുണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് ഏട്ടൻ എന്നോട് പറയുമായിരുന്നു, ഇതുപോലെ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞു അന്നേരം ഏട്ടനോട്, കേട്ടോ ഇതുപോലെ ആയുധങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാനും ഇതുപോലെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞേ. അപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് ആയുധങ്ങളൊക്കെ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ ആയുധങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഇതൊക്കെ ഒരു കല തന്നെ അല്ലേ. ഓരോരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞ കണക്കെ എല്ലാത്തിനും ഓരോ കഴിവ് വേണമെന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പോൾ ഇതാ അടുത്ത ദോശയും കണ്ടില്ലേ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടോ. 4 ടൈപ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് സാധാരണ പറഞ്ഞാൽ ഇതുപോലെ മസാല ദോശ, ഉഴുന്നുവട, ഉള്ളിവട ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട സ്നാക്സ് എന്ന് പറയുന്നത്. എനിക്ക് മധുരത്തോടധികം താല്പര്യമില്ല, മുമ്പേ ഇല്ല, നാട്ടിൽ നിന്നും ഇല്ല, ഇവിടെ വന്നിട്ടും ഇല്ല. നമ്മൾ ഇവിടുത്തെ ഫുഡുകൾ കഴിക്കാറുണ്ടെങ്കിലും പിന്നെയും നമ്മളധികം എനിക്കിഷ്ടം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഇതിപ്പം പരത്തി ആക്കുന്നത് നമ്മളെ ഓർഡറാണ്. എന്ത് പരുവത്തിലാണോ അത് കിട്ടുമോ, എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടി ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു ദോശ ഇവർ തരുമ്പോഴുണ്ടല്ലോ, സാധാരണ നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ നിന്നൊക്കെ ദോശ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ മസാലയൊക്കെ ദോശയിൽ മൊത്തം ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതുപോലെ തന്നെ മടക്കി അവർ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ തരാറ്. പക്ഷേ ഇവർ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ മസാലയൊക്കെ കോരി ഒരു പാത്രത്തിലിട്ടു, എന്നിട്ട് ആ ദോശക്ക് പറ്റിയ ഒരു കളറില്ലേ അത് മാത്രമാണ് ദോശ ഇങ്ങനെ ചുരുട്ടി തന്നത്. മസാലയൊക്കെ കോരിയിട്ടൊരു പാത്രത്തിലിട്ടു, പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും ഇതുപോലെയാണ് കേട്ടോ തന്നത്. ഇതെന്ത് അത്ഭുതമാണെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണേ. അപ്പോൾ ക്യാമറാമാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഏട്ടനെ ഏതായാലും കൊടുത്തു. ഏട്ടൻ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞേ. പിന്നെ എൻ്റെ ഊഴാണ്, എൻ്റെ കയ്യിലും കിട്ടിയ ദോശ. ഞാനിതാ അതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
അപ്പോൾ ആദ്യത്തെ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് സാമ്പാറിന് ഇവിടുത്തെ ഒരു എണ്ണേൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ വന്നത്. മറ്റേ മസാല ദോശേൻ്റെ മസാലയൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല, നോർമൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ സാമ്പാറും പച്ചടിയും പിന്നെ ഈ ഒരു മസാലയും അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ആ ദോശ കഴിച്ചത്. നല്ല വിശക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചൂട് ക്രിസ്പി ആയിട്ടുള്ള ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ദോശയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കറി പിന്നെയും ബാക്കി തന്നെ. ഇത് ആ ഒരു ദോശയിലുണ്ടായിരുന്ന മസാലയാണ് കേട്ടോ ഇതാ. പിന്നെ നമ്മളത് വെറുതെ കഴിച്ചത് ഫുള്ളായിട്ട് അങ്ങ് തീർത്തു. പിന്നെ പുറത്ത് ഇതാ ദഹിയണ്ടിയുടെ ഓർമ്മകളൊക്കെ എപ്പോഴും ഉണ്ട് അത്രേ. ഇനിയിപ്പം ഗണപതി ഉത്സവത്തിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എല്ലാ കടയിലും ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വലിയൊരു ട്രാഫിക്കാണ് കേട്ടോ കിട്ടിയത്. എല്ലാവരും ജോലി കഴിഞ്ഞൊക്കെ വരുന്ന സമയമല്ലേ, അപ്പോൾ റോഡൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അതുമല്ല ഇപ്പോൾ ഗണപതി സെലിബ്രേഷനൊക്കെ ആവുന്നതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാരൊക്കെ എപ്പോഴും പുറത്താണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.